മോനെ, എണീക്കടാ, നമുക്ക് ടൂറ് പോകണ്ടേ? നീ പെട്ടെന്ന് റെഡിയാവുകയാണെങ്കിൽ അച്ഛൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. എണീക്കുവോ? പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട്, ഭൂമിയിൽ അതിശക്തിശാലിയും ബുദ്ധിമാനുമായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് കീഴിലുള്ള രാജ്യത്തെ മുഴുവൻ ചരാചരങ്ങളെയും നീതിബോധത്തോടെ അദ്ദേഹം ഭരിച്ചു പോന്നു. ആ രാജ്യത്തെല്ലാം ഐശ്വര്യവും നന്മയും പൂണ്ടു വിളയാടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ സുഖഭോഗങ്ങളിലും സമ്പത്തിലുമെല്ലാം കടുത്ത വിരക്തി തോന്നി. ആ രാജാവ് രാജഭരണവും പദവിയുമെല്ലാം ഉപേക്ഷിച്ച് വളരെ സാധാരണക്കാരനായി പ്രജകൾക്കിടയിൽ പലവിധ പുണ്യപ്രവർത്തികൾ ചെയ്തു പോന്നു. എങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച പോലെ മനസ്സുഖം മാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ആത്മസംതൃപ്തി നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ രാജാവ് ഒരു യാത്ര പോകാൻ ഉറച്ചു. പലവിധ പ്രദേശങ്ങളും കാടുകളും മേടുകളും കടലുകളും മഞ്ഞുമലകളും എല്ലാം താണ്ടി ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും ആത്മസംതൃപ്തി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ആ സാധുവും നിഷ്കളങ്കനുമായ ആത്മാവ് രാജജന്മത്തിൽ നിന്നും മുക്തനായി യുഗയുഗാന്തരങ്ങളായി പുനർജനിച്ചുകൊണ്ടേയിരുന്നു. ആ യുഗങ്ങളിലെല്ലാം മഹത് വ്യക്തിത്വമായി ജന്മം കൊണ്ട ആ ആത്മാവിന് ആത്മസംതൃപ്തി പിന്നെയും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ആത്മാവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലിയുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ജന്മമായി പിറവി കൊണ്ടു. ഈ ജന്മത്തിലെങ്കിലും ആ ആത്മാവിന് പരമമായ മോക്ഷം ലഭിക്കുമോ? తుప్పలు పెడుతుంది, ఓ తుప్పలు పెడుతుంది. അതൊരു കാര്യമില്ല, പറഞ്ഞാലോട്ട് മനസ്സിലാവേയും. ഇങ്ങേര് എവിടെയാ? ഓ, ഇങ്ങേര് ഇവിടെ നിൽക്കുവാണോ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ഇപ്പോഴാണ് കറക്റ്റ് തോന്നിയത്. കരിങ്കാളില്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. നിങ്ങളെ എന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടോ. നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കാരണവന്മാരുണ്ടാക്കിയതല്ലാതെ എന്തെങ്കിലും പിള്ളേർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ? എന്റെ ശീലാമേ, പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചത് അവർക്ക് ഇനീഷ്യലായിട്ട് ഉപയോഗിക്കാം. എന്റെ പേര് വെച്ചിട്ടല്ലേ അവർ ഇനീഷ്യലി ചേർത്തല്ലേ അവര് പേര് പറയുന്നത്. പിന്നെന്താ നിനക്ക് കുഴപ്പം? എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കരുതട്ടാ. എത്ര ജോലിക്ക് നിങ്ങൾ പോയതാണ്? ഏതെങ്കിലും ഒന്നിനും നിങ്ങൾ സ്ഥിരമായിട്ട് ഉറപ്പിച്ചു നിന്നോ? എന്റെ ശീലാമേ, എനിക്ക് മനസ്സിൽ ഒന്നിലും തൃപ്തിയാവുന്നില്ലെന്നേ, അതുകൊണ്ടല്ലേ. അതെ, എന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എന്തുണ്ടാക്കി? അതുണ്ടാക്കി വെച്ച പൈസ മുഴുവൻ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങ് എടുത്തു കൊടുക്കും. എന്താ ശീലാമേ പറയുന്നത്? ഏതെങ്കിലും ഒരു തൃപ്തിയുള്ള ജോലി വരുമ്പോ ഞാൻ പോവില്ലേ? വേണ്ട, ഞാൻ ജോണിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു മാനേജറുടെ പോസ്റ്റ് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ചുമ്മാ ചെന്നാ കസേരയിൽ അങ്ങ് ഇരുന്നാ മതി. അതെ, ചുമ്മാ ഇരിക്കാനാണെങ്കിൽ എനിക്ക് ഇവിടത്തെ കസേരയിൽ ഇരുന്നാ പോരെ. പിന്നെ മുഖസ്തുതി പറയാമെന്ന് കരുതരുത്. നിന്റെ അനിയൻ ജോണിക്കുട്ടിയുടെ കെയർ ഓഫിൽ എനിക്ക് ഒരു ജോലിയും വേണ്ട. അവൻ അത്രയും അലവലാതിയാണ്. അത് മതി പിന്നെ അവനെ നാട്ടിൽ മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കാൻ. അവന്റെ കെയർ ഓഫിൽ ജോലി വാങ്ങി നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്, ചെന്ന് നോക്ക്. ഏതെങ്കിലും പിരിവുകാരായിരിക്കും. വല്ല നക്കാപ്പിച്ചയും കൊടുത്തു വിടും. ഇപ്പൊ എന്നെ വെറുതെ വിടു ശീലാമേ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ സാം ജോൺ. ഞാൻ ആക്സിസ് മാക്സ് ലൈഫിന്റെ കലൂർ ഓഫീസിലെ മാനേജറാണ്. നമ്മളുടെ CSRന്റെ ഭാഗമായിട്ട് നമ്മൾ കോഗ്രീൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെടി തരാൻ വേണ്ടി വന്നതാണ്. പരിസ്ഥിതി സംരക്ഷണം, ആഗോളതാപനം. എനിക്ക് ഫ്രീ ആയിട്ട് തരുവാണോ? അതെ മാഡം, തീർച്ചയായും. ഇത് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്, ഇത് ഇൻഷുറൻസ് കമ്പനിയല്ലേ? അതെ സർ. നിങ്ങളിപ്പോ കൈക്കച്ചവടം തുടങ്ങി? സർ, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പനിയുടെ CSRന്റെ കോഗ്രീൻ ആക്ടിവിറ്റി അതിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ അത് സാറിനെ എനിക്ക് റെഫർ ചെയ്ത് തന്നെ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പ്രഹ്ലാദ് സാർ. ഓ, നമ്മുടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു സാർ വളരെ എനർജറ്റിക് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ റിട്ടയർഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ നോക്കുന്നത്.
ഓക്കെ. അപ്പൊ സാറിന് പറ്റിയ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ കമ്പനിയുടെ ഓർഗനൈസേഷനിൽ ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്താ ഓപ്പർച്യൂണിറ്റി? തീർച്ചയായിട്ടും പറയാം. ജസ്റ്റ് ഹലോ ഇതോട്ടെ. ഇത് ഹിമാലയൻ സാനിറ്ററിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയല്ലോ ആണോ? തീർച്ചയായിട്ടും സാറിന് മനസ്സിലായില്ലേ? സാറ് ലോകം സഞ്ചരിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഓർഗനൈസേഷനിൽ സാറിനെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ട്രിപ്പ് വിത്ത് ഫാമിലി നമ്മളിത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സാറിന് ചെയ്യാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റി, അതുപോലെ സാറിന് നല്ല രീതിയിൽ ഇൻകം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റിയാണ്. സാറിന് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസ് ഇവിടെ തൊട്ടടുത്താണ് സാർ, കലൂരാണ്. സാർ മാർക്കിയാറിയാവും. മാർക്കിയാറിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഓഫീസ്. സാറ് ചിലപ്പോ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ നമ്മള് മുറ്റത്തമ്മിലേക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ സാറ് ശ്രദ്ധിക്കാനിട്ടാണ്. അപ്പൊ ദയവായി സാറിന്റെ മാമിനെ ഞാൻ ഫ്രൈഡേ നമ്മളൊരു കരിയർ സെമിനാർ അറേഞ്ച് ചെയ്തിട്ട് അതിലേക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ്. സാറ് 10:30 ഞാൻ കാറുമായിട്ട് വരാം. സാർ ഒന്ന് റെഡിയായിട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്, നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം സാർ ഡിസൈഡ് ചെയ്യും നമ്മുടെ അസോസിയേറ്റ് ആണോ വേണ്ടതെന്നുള്ളത്. എന്ത് പറയുന്നു ഷീലാമേ? നോക്കാം. ഒത്തിരി കാര്യങ്ങൾ വെച്ചാൽ നോക്കിയതല്ലേ, ഇതൊക്കെ വേണ്ടെന്ന് വെച്ചല്ലേ. ഇതിപ്പോ നല്ലൊരു ഇതൊക്കെ കേൾക്കുമ്പോ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബ്രാൻഡ് വാല്യൂ. അതെ, അതെ, അത് മാത്രമല്ല സാർ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പോ നമ്മള് ഫാമിലീസിനെ ഫൈനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മിഷനിലാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതില് സാറിന് ഡിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫൈനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക, അതിനൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക, നല്ല കാര്യമല്ല. അപ്പൊ ഇതും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും പ്രോഗ്രാമിലോട്ട് നോക്കട്ടെ, ഞാൻ വരാം. തീർച്ചയായിട്ടും സർ. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു സർ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ഇതെവിടെ കിട്ടും? എല്ലാരും വീട്ടിലില്ല, എല്ലാരും വരാതിരുന്നാണ്. ദേ ഇച്ചായ, സാം കാറുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാറായില്ലേ? ഷീലാമേ, ഞാൻ പോണോ? ഞാനിവിടെ ഇങ്ങനെ നിന്നെ നോക്കി. ഈ നോക്കിയിരിപ്പ് മതി മതി മതി. ഈ നോക്കിയിരിപ്പും കൂടി പോയിട്ടാണ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഒരു പണിക്കും പോവാതിരിക്കണേ. എനിക്കങ്ങനെ എങ്ങോട്ടും പോവാൻ തോന്നുന്നില്ല ഷീലാമേ. ഞാനിവിടെ ഇങ്ങനെ നിന്റെ കൂടെ ഇരുന്നോളാന്നേ. വേണ്ട, പോയി നോക്ക്. ഏതായാലും സാം വന്നതല്ലേ, ഒന്ന് പോയി നോക്ക്. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ ഷീലാമേ. ഉച്ചയ്ക്ക് ഇങ്ങ് വരില്ലേ ഊണ് കഴിക്കാൻ? കുഞ്ചേരി സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്തുണ്ട് വിശേഷം? നല്ല തന്നെ. സാറേ, പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ഈ ബാഗിലുണ്ട് സാമേ. ഓക്കെ, അടിപൊളി. നമുക്ക് പോയാലോ ഓഫീസിലോട്ട്? പോവാം. പക്ഷെ സാമേ, എന്തോ സാറേ? എനിക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സാമിന് തോന്നുന്നുണ്ടോ? എന്നെ ഒന്ന് കുഞ്ചേരി സാറേ, സാറ് ഒരു ടെൻഷനും വേണ്ട. സാർ ഞങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നേച്ചാൽ മതി. സാറിന്റെ കൂടെ ഞാനുണ്ട്, നമ്മുടെ ബോസ് ഉണ്ട്. സാർ നമ്മുടെ ഓഫീസ് കണ്ട് അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ സാറിന് മനസ്സിലാവും ഇത് വളരെ സിമ്പിൾ ആണ് സാറേ. ഇനി വേറൊരു കാര്യമുണ്ട്, സാറിന്റെ ഈ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോൾ അറിയാം. സാറിന്റെ ഈ പൊട്ടൻഷ്യൽ വെച്ചിട്ട് മന്ത് 1 തന്നെ, അതായത് ഫസ്റ്റ് മന്ത് തന്നെ സാറിന് MDRT ആവാൻ പറ്റും. സാറിന് MDRT എന്താണെന്നറിയോ? അതായത് നമ്മുടെ ഒരു ഓസ്കാർ അവാർഡ് സാർ വാങ്ങിച്ചത് എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓസ്കാർ അവാർഡാണ് ഈ പറയുന്ന MDRT എന്ന് പറയുന്നത്. ഓഹോ, എനിക്ക് MDRT പിന്നെന്താ, സാർ ഞങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നേച്ചാൽ മതി. സാറിന് ഫസ്റ്റ് മന്ത് ഞാൻ MDRT ആക്കിയിരിക്കും. ഓക്കെ, ഞാൻ ഇതില് വന്നോണ്ടിരിക്കുകയാണ് ഓഫീസിലോട്ട് കേട്ടോ. ഇപ്പൊ എത്തും. ഓക്കെ, ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. സാമേ, എന്തോ MDRT ആയാലുണ്ടല്ലോ എന്റെ ജീവിതം ധന്യമാണ്. സാറിന് ഞാൻ MDRT ആയിരിക്കും. സാർ ആയിന്ന് അങ്ങോട്ട് വിചാരിച്ചു. മറ്റേ വായന പോലീസ് എന്നൊക്കെ പറയുന്നത് ATM-ൽ കയറി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി, ഇറങ്ങിയില്ല. പിന്നെ അവിടെ അറ്റൻഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആണല്ലോ സാർ. ഇത് കാരണം എന്തൊക്കെയോ ബ്ലോക്ക് വന്നു. റിജു അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. സാർ ഒന്ന് അരുൺ വിളിച്ചു നോക്കൂ കേട്ടോ. ഹലോ, അവിടെ വെച്ചിട്ട് ഞാൻ വന്നിട്ട് എടുത്തോളാം, നോക്കാം. അതെ, ഓക്കെ. ശരി 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 ശരി. ഞാൻ വരാം, നോക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ATM-ൽ ബഹളം വെച്ച സ്ത്രീയാണ്.
ഇരിക്കാം. അങ്ങോട്ട് ഇരുന്നു. മെയിൻ്റെനൻസ് ഇപ്പൊ മൂത്തതാണെന്ന് തോന്നുന്നു സാറേ. അവിടെ നിന്ന് ഭയങ്കര ബഹളം വരുന്നു. നാട്ടുകാരൊക്കെ കൂടി പിന്നെ ഞാനാണ് അവരെ പിടിച്ചോണ്ട് വന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ, ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി ATM കയറിയതാണ്. പെട്ടെന്ന് എന്റെ BP ഷൂട്ടായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും 3-4 ആൾക്കാർ പുറത്ത് നിൽക്കുന്നു. ഞാൻ വിചാരിച്ച അവരെന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങൾ കുറവുണ്ടോ? സാറേ, സത്യമായിട്ടും എനിക്ക് അവര് കൊള്ളക്കാരായിട്ടാണ് തോന്നിയത്. ഓഹോ, അപ്പൊ ATM കൗണ്ടർ കൊള്ളസംഖ്യതായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ പേരെന്താണ്? സാറേ, എന്റെ പേര് മായ പ്രസാദ്. ഞാൻ ആക്സിസ് മാക്സ് ലൈഫിന്റെ മാനേജറാണ്. എന്താ ചെയ്യുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ആക്സിസ് മാക്സ് ലൈഫിന്റെ മാനേജറാണെന്ന്. ഓ, ഞാൻ ടെൻഷൻ കൊണ്ട് മറന്നുപോയി. ഇത്രയും നല്ല ഉദ്യോഗത്തിൽ ഇരുന്നോണ്ടാണോ ഈ മായാനോടൊക്കെ കാണിക്കുന്നത്? സാറേ, റോഡ് നടത്തി കാർ പാർക്ക് ചെയ്ത് കോക്കുണ്ടാക്കി വെക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ റിജു പാപ്പൻ, സീനിയർ ബ്രാഞ്ച് മാനേജർ, ആക്സിസ് മാക്സ് ലൈഫ്. കാടൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ നീ ഉറപ്പിരിക്കും. താങ്ക് യു സർ. സാറേ, ഇവനും എന്റെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സാറേ, സാറൊന്ന് കാണേണ്ടതായിരുന്നു. ബംഗ്ലാവിന്റെ മുമ്പില് ഓടിക്കാറിട്ട പോലെയാണ് അവന്റെ പന്ന കാർ റോഡിന് നടുക്ക് കിടന്നേച്ചത്. സാറേ, ഫൈൻ അത് ശരിക്കും വാങ്ങിച്ചോട്ടോ. അല്ല, നിനക്ക് ഈ റോഡ് നിയമങ്ങൾ നിനക്ക് അറിയാൻ പാടില്ലേ? സാറേ, ഞങ്ങളുടെ ഓഫീസിലെ മുഴുവൻ നിയമം അവനറിയാം. സാർ, റോഡ് നിയമൊക്കെ എനിക്കറിയാം. പക്ഷെ നമുക്ക് കസ്റ്റമറാണോ സാർ ഇമ്പോർട്ടന്റ്. ബ്ലോക്ക് പെട്ടെന്ന് മറന്നു വിചാരിച്ചില്ല. എടാ, ബ്ലോക്കാണ് ചോദിച്ചത് നീ തോന്നിട്ട് കാർ പാർക്കിയോ? ഫൈൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ അടുത്തിട്ട് പൊക്കോളാം. സാർ, ബാർ ഹോട്ടലിൽ ബില്ലാക്കി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ വിളിക്കും. സാറേ, ഇവനും ഞങ്ങളുടെ ഓഫീസിലെ വർക്ക് ചെയ്യണേ. നീ ഇവിടെ ഇരുന്നേ. സാറേ, ബാറിൽ അടിക്കാൻ ചെന്ന ഒരുത്തനെ ഇവൻ കയറി അടിച്ചു. അല്ലടാ, നീ എന്തിനാ ചുമ്മാ അടിച്ചത്? അയ്യോ സാറേ, ചുമ്മാ ഒന്നും അടിച്ചല്ല. അല്ലടാ, നിന്നെ അടിക്കാൻ അവൻ വലിയ കൊട്ടേഷൻ തന്നത് നിനക്ക്? അല്ല സാറേ, ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഫീൽഡ് ഡെമോയോ? അതെന്താ സംഭവം? സാറേ, ഞാൻ ആക്സിസ് മാക്സ് ലൈഫിൽ മാനേജറാണ്. അല്ലടാ, ആക്ച്വലി നിനക്കൊക്കെ എന്താണ് പണി? ഞങ്ങൾക്ക് പണി എന്താക്കാണോ നിങ്ങളുടെയൊക്കെ പണി? സാറേ, അവന്റെ പിന്നാലെ കുറെ നടക്കുന്നു. ഒരു കൂട്ടുകാരനെന്നുള്ള ഒരു പരിഗണന പോലും തന്നില്ല. അവനാണെങ്കിൽ ഒടുക്കത്തെ ഒരു കോൺഫിഡൻസ്, അവനൊന്നും പറ്റുന്നില്ല എന്നൊരു ഭാവം. അപ്പോഴേ ഞാൻ പറഞ്ഞ അപകടം ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വരുന്നു. എന്നിട്ടും ഭയങ്കര കോൺഫിഡൻസ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ അവന്റെ മുഖത്തിൽ ഒരു ഇടി കൊടുക്കും. അപ്പൊ തന്നെ ചോദ്യം വന്നു. അതെന്തിനാണ് അപകടം വരില്ല എന്ന് പറഞ്ഞത് അവന്റെ മുഖം ഇടിച്ചത്? സാറേ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫീൽഡ് ഡെമോ. അപകടം ഏത് രൂപത്തിലും വരാമെന്ന് ഒരു ഡെമോ കാണിച്ചു കൊടുക്കുക. പക്ഷെ അത് അവന് മനസ്സിലായില്ല. എന്ത് വേണം ഇത്? ഇവരെല്ലാത്തിനും അവിടെ കൊണ്ട് പിടിച്ചെടുത്ത് എന്നിട്ട് ഇവരുടെ ബോസ് വന്നിട്ട് എഴുതി ഒപ്പിടിച്ച് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ മതി എല്ലാത്തിനെ. ഇൻഷുറൻസ് എന്താ? എന്നെ വെറുതെ വിട്ടേക്കണ മോനെ. സാറേ, ഇതാണ് നമ്മുടെ ഓഫീസ്. ആ സ്റ്റെയർ കണ്ടോ? അതിന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയത് ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ.
ബോസിനോട് പോയി അയ്യോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ പിള്ളേരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. ഭയങ്കര കുഴപ്പമായി. സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തൊന്ന് ആള് ഏകദേശം എല്ലാത്തിലും വില്ലിംഗ് ആണ്. അല്ല വെരി ഗുഡ്. അതായത് ഈ വർഷം നല്ലൊരാളെ കിട്ടി. ഈ വർഷം നീ ഫീഡ്ബാക്ക് വെരി ഗുഡ്. എവിടെയായിരിക്കണം? Come to the camera. എന്താ ബ്രോ, എന്തോ പറ്റി? എന്താടാ? എന്റെ കഴിവിന്റെ പരമാവധി ആ, ഒരു മാസം കൂടെ പറ്റുള്ളൂ. നീ സാറിനോട് സംസാരിച്ചോ? സാർ എന്താ പറഞ്ഞേ? ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നോ? നിവാരണമായിട്ടില്ല. ഓക്കെ, നീ വെയിറ്റ്. എല്ലാം ഞാൻ ഇപ്പൊ സെറ്റ് ആക്കാം. ജസ്റ്റ് വെയിറ്റ്. ഞാൻ ഇപ്പൊ വരുവാണേ. ഹലോ, അഖിലാണ്. ആണോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ പറഞ്ഞേ? ആ ശരി. ഓ ഹോ ഹോ ഹോ, ഞാൻ അറിയാമെങ്കിലോ. എത്ര ദിവസമായി? ആണോ? ഓക്കെ, ശരി എന്നാ. ശരി ശരി, ഞാൻ ഒന്ന് തിരിച്ചു വിളിക്കാം കേട്ടോ. ശരി മോനെ, പൊളിച്ച് സത്യം മോനെ. ഒരാളെ കിട്ടിയിട്ടുണ്ട്. തോമസ് എന്നാ പേര്. M0 MDRT. നിനക്ക് പറ്റിയ ഒരു പ്രൊഫൈലാണ്. IAS IPS ഒക്കെ ഇങ്ങനെ ഇട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മോനെ. സെറ്റാണോ? ആ, ഇതുപോലൊരു പാർട്ടിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കിട്ടും? ആണോ? നമുക്ക് പൊളിക്കാൻ മുത്തേ. നമ്പർ തരാം. പക്ഷെ പുള്ളി 1 മാസമായി മരിച്ചു പോയിട്ട്. പൊക്കട്ടെ ബ്രോ, ഇപ്പൊ തന്നെ ചവിട്ടി കൂട്ടി ഞാൻ. ഹലോ, അരുൺകുമാർ PS ആക്സിസ് ബാങ്ക്. എന്താണ് പുല്ല് മനുഷ്യനെ പേടിപ്പിക്കാൻ? ചേട്ടാ, കുറെ നാളായി ഫോളോ അപ്പ് ചെയ്യുന്ന മിലിറ്ററിയിലെ കസ്റ്റമർ എപ്പോഴാ ഫോൺ എടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ താളം തെറ്റി നിൽക്കും. ഒന്ന് പതിയെ സംസാരിക്കണ പുല്ല്. ഹലോ, ഞാൻ എപ്പോഴാ വരണ്ടേ? ഇതൊക്കെ പതിവാ സാർ.
girl, you need to let me rest. I'm sorry if I made a mess. I'm sorry if I'm still obsessed with you. I'm sorry if I'm still obsessed with you. നിങ്ങൾ എത്തിയോ? ശരിയാമേ, എത്തി. എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് എന്റെ ശീലാമേ. ഇത് കണ്ട ഞാനങ്ങനെ വിദ്യാർത്ഥി ക്വാളിറ്റി ചെയ്ത ശീലാമേ. ഇന്ന് അതിയായ സന്തോഷം, എന്താന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സ് ആണ് ശീലാമേ. ഞാനങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ജോലി ഇഷ്ടമായല്ലോ. ഞാൻ വിചാരിച്ചു ഇത് ഉപേക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരും. എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനൊരു വിദ്യാർത്ഥിയാവുന്നു. എന്റെ ശീലാമേ, ഞാൻ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ? ഇല്ല, എനിക്ക് ഈ സന്തോഷം സഹിക്കാൻ വയ്യ. ഒരാളുടെ ജീവനും ജീവിതത്തിനും അവരുടെ സംരക്ഷണത്തിനും ഒക്കെ നമ്മൾ സുരക്ഷിതത്വം നൽകുന്നതിലൂടെ നമുക്ക് എന്തൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. എത്ര പേരുടെ ജീവിതം തന്നെ മാറി മറിയുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ സന്തോഷം. ഞാൻ വളരെയധികം കൃതാർത്ഥനായി. ഞാൻ ഇത്ര സന്തോഷത്തിന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് എന്റെ ജീവിതത്തിൽ ആത്മസംതൃപ്തി ലഭിച്ച ദിവസമാണ് ശീലാമേ. ഇന്ന് എന്റെ ജീവിതത്തിൽ ആത്മസംതൃപ്തി ലഭിച്ച ദിവസം. ഓ, ഇത് മുത്തിക്കൊണ്ടിരിക്കുവാണോ? ഇന്ന് തന്നേ. ചായ ചായ അയ്യോ, ചായ എണീക്കൂ. എത്ര സന്തോഷവാനായിട്ടാണ് എന്റെ അച്ചായൻ പോയത്. പോകുന്നതിന് മുമ്പും അച്ചായൻ ഒന്നേ എന്നോട് പറഞ്ഞോളൂ, ഒരു ജീവനും ഒരു ജീവിതവും സംരക്ഷിക്കുവാനായാൽ അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തിയേക്കാൾ മറ്റൊന്നിനും വില നൽകാനാവില്ല. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു എന്റെ അച്ചായന് വേണ്ടി നിങ്ങളുടെ ആക്സിസ് മാക്സ് ലൈഫിൽ ഒരു അഡ്വൈസറായി ജോയിൻ ചെയ്യാനായിട്ട്. നല്ല തീരുമാനം. ഇത് കണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. ഒഫീഷ്യൽ വെൽക്കം ടു ആക്സിസ് മാക്സ്.